നവജാത ശിശുവിനെ ഉപേക്ഷിച്ച അമ്മയും കാമുകനും പോലീസ് കസ്റ്റഡിയിലെന്ന വാർത്ത വരുന്നുണ്ട്. 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ പോലീസ് കണ്ടെത്തി. അമ്മയെ 1-ാം പ്രതിയും കാമുകൻ ജോൺ തോമസിനെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ്. വിഷ്ണു പ്രകാശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇവർ വിവാഹിതരല്ലെന്ന് മനസ്സിലാക്കുന്നു. അമ്മയും കാമുകനും ചേർന്ന് 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ മറ്റൊരാൾക്ക് നൽകുന്നു. ഇപ്പോൾ പോലീസ് ആ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അനശ്വര, ഇവർ ഈ കുട്ടിയുടെ അമ്മ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. അവർ അകന്ന് ഇവരുടെ ആലുവയിലുള്ള വസതിയിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ വച്ചാണ് ഈ ഇപ്പോൾ കുട്ടിയുടെ 2-ാം പ്രതിയായിട്ടുള്ള ജോൺ തോമസ് എന്ന യുവാവുമായി അടുപ്പത്തിലാകുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെയാണ് ഇപ്പോൾ രണ്ടുപേരും ചേർന്ന് അവർ ഒരുമിച്ച് തീരുമാനമെടുത്ത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുത്തത്. കഴിഞ്ഞ മാസം 26-ാം തീയതിയായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചത്. ആൺകുഞ്ഞാണ് ജനിച്ചത്. പിന്നീട് ഇന്നലെ വൈകിട്ടോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇവർ ആശുപത്രി വിട്ട് പോന്നു. അതിനുശേഷം ഇവർ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവർ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്നാണ് പോലീസ് ഈ ഒരു കേസിലേക്ക് എത്തുന്നത്. അങ്ങനെ അന്വേഷിച്ചു വന്ന് ഇവരെ രണ്ടുപേരെയും ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഇവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞ് മുപ്പത്തടുത്തുള്ള മറ്റൊരു യുവതിയുടെ കയ്യിൽ ഉണ്ട് എന്നൊരു വിവരം കിട്ടുന്നത്. ഉടനെ തന്നെ പോലീസ് അവിടെ എത്തിയ കുഞ്ഞിനെയും കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനില കുറച്ച് മോശമായിരുന്നു. നമുക്കറിയാം, ജനിച്ച് 6 മാസം മാത്രം പ്രായമായിട്ടുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ആ കുഞ്ഞിന് വേണ്ട വിദഗ്ധ ചികിത്സ നൽകി കുഞ്ഞിനെ അമ്മയെയും ഈ അങ്കമാലി ആലുവ സ്വദേശിനിയായിട്ടുള്ള ആ സ്ത്രീയെയും അവർ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ ആരോഗ്യനിലയിൽ കുറച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും ഇരുവർക്കും ഇപ്പോൾ വിദഗ്ധമായിട്ടുള്ള ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പക്കലാണ് ഇവരുടെ രണ്ടുപേരുടെയും ചുമതലയുള്ളത്. ഇപ്പോൾ നിലവിൽ കുഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ICUവിൽ ചികിത്സയിലാണ്. ഈ അമ്മയും ഇപ്പോൾ മഹിളാ കേന്ദ്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാക്കനാട് മഹിളാ കേന്ദ്രത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ജനിച്ചിത്രയും ദിവസമായതിനാൽ തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുന്നതിനും മറ്റുമുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് കണക്കിലെടുത്താണ് അവരെ ഇപ്പോൾ മഹിളാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള, അതായത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മുന്നിൽ നിന്ന ഈ മുടവശ്ശേരി വീട്ടിലുള്ള മാലിപ്പുറം സ്വദേശിയായിട്ടുള്ള ജോൺ തോമസ് എന്ന യുവാവിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അയാളെ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്ത്. ഏതായാലും തുടർന്നും ഈ കേസിൽ അന്വേഷണം പോലീസ് വിശദമായി നടത്തി വരുന്നുണ്ട്. കാരണം ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിൽ ഇവർക്ക് മറ്റെന്തെങ്കിലുമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന പ്രകാരം കാശിന് വേണ്ടിയല്ല ഈ കുട്ടിയെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ കാശിനല്ല കൈമാറിയത് എന്നുള്ള വിവരമാണ് പോലീസ് പ്രാഥമികമായി പങ്കുവയ്ക്കുന്നത്. ഏതായാലും വിദഗ്ധമായിട്ടുള്ള അന്വേഷണം ഇതിൽ ആവശ്യമാണ്, വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അതിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, ഈ മറ്റു ആരെങ്കിലും ഇതിൽ പൈസ കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ 2 പേരെയാണ് ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. കുട്ടിയുടെ അമ്മയായിട്ടുള്ള ആലുവ സ്വദേശിനിയും അതുപോലെ തന്നെ ജോൺ തോമസ് എന്ന മാലിപ്പുറം സ്വദേശിയെയുമാണ് പ്രതി ചേർത്ത് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 6 ദിവസം പ്രായമായ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച കേസിലാണ് അമ്മയും കാമുകനുമെതിരെ കേസെടുത്തിരിക്കുന്നത്.